അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. MVIP കനാലുകൾ ശുചീകരിച്ച് വെള്ളമെത്തിക്കാത്തതിനെതിരെ മാത്യു കുഴൽനാടൻ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. വെള്ളമെത്തിക്കാൻ സർക്കാരിന് പണമില്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചു നൽകാമെന്ന് MLA. MVIP കനാലുകളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി വെള്ളം എത്തിക്കാത്തതിനെതിരെ മാത്യു കുഴൽനാടൻ MLA നേതൃത്വത്തിൽ മൂവാറ്റുപുഴ MVIP ഓഫീസിലേക്ക് ജനപ്രതിനിധികളുടെ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. കനാലുകളുടെ അറ്റകുറ്റപ്പണികൾക്കും വാർഷിക മെയിന്റനൻസിനുമായി വർഷങ്ങളായി സർക്കാർ ആവശ്യമായ ഫണ്ട് അനുവദിക്കാത്തതിനെതിരെയാണ് ഉണങ്ങി നിൽക്കുന്ന നെൽച്ചെടിയുമായി എത്തി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾക്കിത് എന്താ മറ്റുള്ളവരുടെ ലാഘവത്തോടെ നിങ്ങൾ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം കർഷകരുടെ അധ്വാനമാണ്. ഒന്നാമതായി ഈ സർക്കാർ കർഷകർക്ക് ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല, അവർക്കൊരു ആനുകൂല്യം ചെയ്തു കൊടുക്കുന്നില്ല, അവർക്ക് പൈസ കൊടുക്കുന്നില്ല, അവർക്ക് സഹായിക്കുന്നുമില്ല, പിന്തുണയിൽ ഒന്നുമില്ല. പക്ഷെ അവരുടെ കൃഷി ഇതുപോലെ ഇതായി പോയിട്ട് കനാലുണ്ടായിട്ട് നിങ്ങൾ വെള്ളം വിടാത്തതിൻ്റെ പേരിൽ കൃഷി ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് വി കനോട്ട് അക്സെപ്റ്റ് അറ്റ് എനി റേറ്റ്. അപ്പോൾ ഒന്ന്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ വെള്ളം വിടാത്തത്? എപ്പോഴത്തേക്ക് വെള്ളം വിടാൻ പറ്റുന്നുള്ള പോലും ഞങ്ങളോട് പറയണം. ഞങ്ങൾക്ക് ജനങ്ങളോട് പറയണം. നിങ്ങൾ ഈ ചെടി രക്ഷിക്കാൻ പറ്റുമോ? നനച്ച് നിങ്ങൾ എന്തെങ്കിലും ആത്മാർത്ഥം നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാ കർഷകൻ എങ്ങനെ ചെയ്യും? ഒരു ചെടി രണ്ട് ചെടിയല്ല, അവൻ്റെ അധ്വാനം വേർപ്പും പാടും നിരന്തരം ഉണങ്ങിപ്പോണ കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല. MVIP കനാലിൽ വെള്ളം എത്താത്തതിനെ തുടർന്ന് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് കർഷകരാണ് ദുരിതമനുഭവിക്കുന്നത്. അടിയന്തരമായി കനാലുകളുടെ മെയിന്റനൻസ് പൂർത്തിയാക്കി വെള്ളം എത്തിച്ചില്ലെങ്കിൽ ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിയിടങ്ങൾ നശിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് MLA മുന്നറിയിപ്പ് നൽകി. അതെ, ഞാൻ ടീമിനോട് സംസാരിക്കാൻ ശ്രമിക്കാം. പക്ഷെ നിങ്ങൾ ഇതിന്റെ ഗൗരവം പറയണം. ഞാൻ വെറുതെ പറയത്തില്ല. വി വിൽ ഓർഗനൈസ് ദിസ് ഫാർമേഴ്സ്. ആയിരക്കണക്കിന് കർഷകരുമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരും. അന്നേരം നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. ഇന്ന് ഞങ്ങൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ, വളരെ മര്യാദയ്ക്ക് പറഞ്ഞിട്ടുള്ളൂ. ഏറ്റവും റെസ്പെക്റ്റോടുകൂടി ഞങ്ങൾ വന്നു, ഞങ്ങൾ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കി. കർഷകരുടെ യഥാർത്ഥ പ്രശ്നത്തിന്റെ ഗൗരവം ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുന്നതിനായി ഉണങ്ങി നിൽക്കുന്ന നെൽച്ചെടി പാടത്തുനിന്ന് പറിച്ചുകൊണ്ടുവന്ന് ഉദ്യോഗസ്ഥരുടെ മേശപ്പുറത്ത് വെച്ചിട്ടും സർക്കാരിന്റെ കണ്ണു തുറക്കാത്തത് അത്യന്തം ദുഃഖകരമാണെന്ന് MLA പറഞ്ഞു. സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ കർഷകർക്ക് വെള്ളം എത്തിക്കാനാകില്ലെന്ന് ഔദ്യോഗികമായി ജനങ്ങളോട് പറഞ്ഞാൽ മതിയെന്നും അത്തരമൊരു പ്രഖ്യാപനം സർക്കാർ നടത്തുകയാണെങ്കിൽ കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ പണം ജനങ്ങളിൽ നിന്ന് കണ്ടെത്തി ഡിപ്പാർട്ട്മെന്റിന് നൽകാൻ താൻ തയ്യാറാണെന്നും MLA പറഞ്ഞു. ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം, ഞാൻ ഒരാഴ്ച മുമ്പ് മന്ത്രിയെ വിളിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിയോട് സംസാരിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഫയല് CMന്റെ മുമ്പിലാണ്, ഒരു തീരുമാനം എടുത്താൽ പെട്ടെന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇന്ന് ഏതാണ്ട് 1.5 ആഴ്ച കഴിഞ്ഞ് വന്ന് ഇവിടെ ചോദിക്കുമ്പോൾ ഇന്നത്തെ മറുപടിയും വീണ്ടും അത് CMന്റെ മുമ്പിലാണ് എന്നാണ്. CMന്റെ മുമ്പിൽ CM പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർത്തുപോവുകയാണ്. ഓരോ ഫയലിലും ഉറങ്ങുന്ന ഒരു ജീവനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ മേശപ്പുറത്ത് ഇന്നിരിക്കുന്ന ഫയലിൽ ഉറങ്ങുന്നത് ആയിരക്കണക്കിന് കർഷകരുടെ അധ്വാനവും ജീവനുമാണ്. അത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നത്. ആയിരക്കണക്കിന്, ഈ 10,000-കണക്കിന് കർഷകരുടെ ജീവൽ പ്രശ്നം നിങ്ങളുടെ മേശയുടെ മുമ്പിൽ ഉറങ്ങാൻ തുടങ്ങിയിട്ട് 2 ആഴ്ച കഴിഞ്ഞുവെന്ന് നിങ്ങളോടൊപ്പമുള്ള മന്ത്രിയും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫും ഇന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ ജനങ്ങളോട് പറഞ്ഞാൽ മതി, കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് കർഷകന് വെള്ളം കൊടുക്കാൻ കഴിയുന്നില്ല എന്ന്. ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു MLA എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഈ സർക്കാർ എഴുതി തരികയാണെങ്കിൽ ഈ പ്രദേശത്തെ ഈ 5 പഞ്ചായത്തുകളിലെ കർഷകരുടെ പ്രയാസം പരിഹരിക്കാൻ വേണ്ട പണം ജനങ്ങളിൽ നിന്ന് കണ്ടെത്തി അത് ഈ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നു. ഒരാഴ്ച കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ഇതിന് പരിഹാരമില്ല എങ്കിൽ ഇന്ന് നടത്തിയത് വളരെ ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികളുടെ പ്രതിഷേധമാണെങ്കിൽ ആയിരക്കണക്കിന് കർഷകരുടെ മാർച്ച് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത, ഈ സർക്കാരിന് താങ്ങാൻ കഴിയാത്ത വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഈ നാട്ടിൽ നിന്നുണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സമരപരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ആയിരക്കണക്കിന് കർഷകരെ അണിനിരത്തി ശക്തമായ മാർച്ചും പ്രക്ഷോഭവും നാട്ടിൽ നിന്നും ഉയരുമെന്ന മുന്നറിയിപ്പും MLA സർക്കാരിനും ഡിപ്പാർട്ട്മെന്റിനും നൽകി. വിവിധ UDF നേതാക്കളും പ്രവർത്തകരും ജനപ്രതിനിധികളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.